നമസ്തേ. രാഷ്ട്രീയ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം തദ്ദേശ പോരിലേക്ക് 2025 co-powered by Regate Builders presents Lindell Park and Laurel Haven. Regate, building on tradition. ദേശപ്പോരിലേക്ക് കടക്കുകയാണ്. മുനമ്പത്തെ സമരക്കാർക്കിടയിലെ ഭിന്നതയിൽ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുനമ്പത്തുകാർക്കുണ്ടാക്കുന്ന എന്ത് നേട്ടത്തിനും കാരണം മോദി സർക്കാരെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചി രവിപുരത്ത് BJP തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തുണ്ടാകുന്ന എന്ത് നേട്ടവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഫലം കൊണ്ടാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. പൂർവ്വ രാഷ്ട്രീയ ചിന്താഗതിയോട് കൂടി നമുക്കതിന്റെ ആവശ്യമില്ല, സമരം പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയവർ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്ത് നിങ്ങൾക്ക് വഖഫ് അമെൻമെന്റ് ആക്ട് വഴി നിങ്ങൾക്ക് ലഭ്യമായാലും അത് കേന്ദ്ര സർക്കാരിന്റെ തണ്ടലിന്റെ ബലം കൊണ്ട് മാത്രമാണ് എന്ന് മുനമ്പം ജനതയും മനസ്സിലാക്കിക്കോ. ഈ നിയമം അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിരക്ഷയ്ക്കായി നിങ്ങൾക്ക് ഒരു കോടതിയിലേക്കും നിങ്ങൾക്ക് ചെല്ലാനൊക്കത്തില്ല. ഈ നിയമനിർമ്മാണം തന്നെയാണ് ഓരോ വ്യക്തിക്കും പ്രൊട്ടക്ഷനായി വരാൻ പോകുന്നത്. കല്ലുകടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനുമില്ല, കല്ലുകടിപ്പിക്കുന്ന രാഷ്ട്രീയവുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഈ അമെൻമെന്റ് വഴി വരുന്ന ഗുണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ കേരള സർക്കാർ നോക്കിക്കോളും എന്ന് പറഞ്ഞോളൂ. കൊച്ചി രവിപുരത്ത് BJP തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മോദി ഭരണത്തിന്റെ നൈപുണ്യം കേരളത്തിൽ വരണമെന്നും കൊച്ചിയുടെ വികസനത്തിനായി NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് CG രാജഗോപാൽ, TP സിന്ധുമോൾ തുടങ്ങി കൊച്ചി കോർപ്പറേഷനിലെ NDA സ്ഥാനാർത്ഥികളെ സുരേഷ് ഗോപി ആദരിച്ചു. ജനം, കൊച്ചി. കൊല്ലം കോർപ്പറേഷനിൽ NDA സ്ഥാനാർത്ഥി സംഗമവും വികസന രേഖാ പ്രകാശനവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. കൊല്ലം നഗരത്തിന്റെ സമഗ്ര വികസനമാണ് NDA ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ ചരിത്രപരമായ മാറ്റം കുറിക്കാൻ BJPക്ക് സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മാലിന്യമുക്ത കൊല്ലം, ഇതാണ് NDA കോർപ്പറേഷൻ വികസന രേഖയിലെ ഹൈലൈറ്റ്. വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ ടൂറിസം, വിനോദം, കായികം എന്നീ തരങ്ങളിലും വികസനം കൊണ്ടുവരും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടുകൾ തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP മത്സരരംഗത്തുള്ളത്. 56 ഡിവിഷനുകളിലെ NDA സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. റെയിൽവേ, നാഷണൽ ഹൈവേ തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കേരളത്തിലെ ഭരണപരാജയത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. നമുക്ക് റെയിൽവേ സ്റ്റേഷന് തന്നെ വികസനം എടുക്കാം. അതിനേക്കാൾ പ്രധാനം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബൈപ്പാസിന്റെ അവസ്ഥ. എത്ര ദശാബ്ദമാണ് അത് പണി തുടങ്ങി തുരുമ്പെടുക്കാനിട്ട് കൊടുത്തത്. അപ്പോ MP-മാരൊക്കെ ഈ പറയുന്ന 39 വർഷത്തിനിടയ്ക്ക് മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. നമ്മുടെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പണി തീർക്കാൻ നമ്മുടെ ഒരു MP ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ MP-യുടെ അഭാവത്തിൽ തന്നെ ശ്രീ നരേന്ദ്രമോദി വേണ്ടി വന്നു, ശ്രീ നിതിൻ ഗഡ്കരി വേണ്ടി വന്നു. ആ ബൈപ്പാസ് ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുമെന്നത് യാഥാർത്ഥ്യമാണെന്നും കേരളം അതിന് സജ്ജമാവേണ്ടതാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുന്നത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന കൽപ്പനയാണ്. കൽപ്പന എന്ന് പറയുന്നതിന് ഇമാജിനേഷൻ എന്നൊരർത്ഥമുണ്ട്. കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ, അത് പ്രധാനമന്ത്രി, യശസ്വി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കൽപ്പന തന്നെയാണ്. 59 കോടിയുടെ അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോ റീക്രിയേഷൻ ഹബ് എന്ന പദ്ധതിക്ക് അനുമതിയായ വിവരവും കേന്ദ്രമന്ത്രി പങ്കുവച്ചു. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ S പ്രശാന്ത് അധ്യക്ഷനായ സംഗമത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. പ്രചാരണത്തിന്റെ ഭാഗമായുള്ള LED വാനിന്റെ ഫ്ളാഗ് ഓഫും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ജനം, കൊല്ലം.
BJP ഭരിച്ചാൽ 10 ഇരട്ടിയിലധികം വികസനം സാധ്യമാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസും ഇടതുപക്ഷവും 45 വർഷം ചെയ്തത് മാറ്റാനാണ് BJP തയ്യാറെടുക്കുന്നത്. വികസന കാര്യത്തിൽ BJPക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആദ്യത്തെ 45 ദിവസത്തിനുള്ളിൽ എല്ലാ വാർഡിന്റെയും ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സഖാക്കൾ റീൽ ഉണ്ടാക്കിയാൽ അത് വികസനമാകില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. അപ്പോൾ ഒരു നഗരത്തിൻ്റെ ആധുനീകരണം വികസനം അതിന് വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് നല്ല ഒരു ഭരണം, പ്ലാനിങ് ചെയ്ത് അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഭരണം, ഒരു വിഷൻ ഉണ്ടാവണം, ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത്, ഇത് സൗമ്യജി ഇത് പ്രതിപക്ഷ കൗൺസിലറായിട്ട് എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് BJPൻ്റെ കപ്പാസിറ്റിയാണ്. ഇനി ഞങ്ങൾ ഭരിക്കുന്ന കൗൺസിലർ 10 ഇരട്ടി കൂടുതൽ എഫക്റ്റീവ് ആവും. അപ്പോൾ സൗമ്യ ഒരു ബെഞ്ച് മാർക്കാണെങ്കിൽ അഭിലാഷ് നമ്മൾ ഭരിച്ചാൽ 10 ഇരട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന കപ്പാസിറ്റി ഞങ്ങൾക്ക് കിട്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ ചൂടേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ബലിതർപ്പണത്തിലൂടെ പ്രസിദ്ധമായ തിരുമുല്ലാവാരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് വികസന മുരടിപ്പിനെ കുറിച്ചാണ്. ഇത്തവണ തിരുമുല്ലാവാരം, മുളങ്കാടകം ഡിവിഷനുകളിൽ ഭരണമാറ്റം ഉണ്ടാകും എന്നതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. അഞ്ചു വർഷം മുൻപ് BJPയുടെ കൗൺസിലറായിരുന്ന V. സുരേഷ് കുമാറാണ് കടലോരത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഭരണത്തിലേറിയ LDF കൗൺസിലർ പാർക്ക് മുഴുവനായും പൊളിച്ചു നീക്കി ലക്ഷങ്ങൾ ചിലവാക്കി പുനർനിർമ്മിക്കുമെന്നാണ് നൽകിയ വാഗ്ദാനം. എന്നാൽ നിലവിലെ അവസ്ഥ ഇതാണ്. ഈ BJP ഉള്ള റോഡും ഈ പാർക്ക് വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ റോഡും ഒന്നുമില്ല, പാർക്കും എല്ലാം നശിച്ചു. പിന്നെ അതിനകത്തും തൊട്ടിട്ടില്ല, ആ ഭാഗങ്ങളൊന്നും തൊട്ടിട്ടില്ല. ഈ പെടുന്ന പാർക്ക് ഞങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കി ഇവരോട് ഒരു ഫ്ലെക്സ് വരെ കൊണ്ട് ഒട്ടിച്ച് 8 ലക്ഷം രൂപ അനുവദിച്ചു. കൊല്ലം കോർപ്പറേറ്റ് 8 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ല. ഈ കിടക്കുന്ന എല്ലാവരും തൂക്കി വയ്ക്കുന്ന കണക്ക് ഇരുമ്പിൻ്റെ തുരുമ്പാക്കി കൊണ്ടൊക്കെ പോവുകയും ചെയ്തു. ഒരു കാര്യം പിന്നെ ചെയ്തിട്ടില്ല. ഇവിടെ പാർക്ക് ഇങ്ങനെ തന്നെ കിടക്കുക. ഇപ്പം കുട്ടികൾ കളിക്കുന്ന വരുമ്പോൾ കാട്ടികൾ കളിക്കുക. അതിനകത്ത് പാർക്ക് ഇപ്പോൾ ഇല്ല. നിലവിൽ ഇപ്പോൾ ആ ഇൻ്റർലോക്ക് മാത്രമുണ്ട് ഇപ്പോൾ അതിനകത്ത്. ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. തിരുമുല്ലവാരത്തെ വഴിവിളക്കുകൾ നശിച്ചു. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ബലിയർപ്പിക്കാൻ വരുന്ന കടൽ തീരത്താവട്ടെ മാലിന്യം നിറയുന്നു. മുൻപ് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാതെ ഭക്തജനങ്ങളെ ദുരിതത്തിലാക്കിയ സ്ഥലമാണിത്. പ്രദേശത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലും കുട്ടികളുമായി വരുന്ന സ്കൂൾ ബസ്സുകൾ പോലും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ കഷ്ടിച്ച് വേണം പോകാൻ. തിരുമുല്ലവാരം, മുളങ്കാടകം ഡിവിഷനുകളിലാണ് ഈ പ്രദേശമുള്ളത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വികസനം ഉറപ്പു നൽകിയാണ് BJP കളത്തിലിറങ്ങിയിരിക്കുന്നത്. സിനി ആർട്ടിസ്റ്റും BJP മണ്ഡലം സെക്രട്ടറിയുമായ ചിത്രയാണ് തിരുമുല്ലവാരത്തെ NDA സ്ഥാനാർത്ഥി. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ചിലർ സത്യം പറഞ്ഞ സങ്കടങ്ങൾ നമ്മളോട് പൊട്ടി വികാരഭരിതമായിട്ട് കരഞ്ഞു നമ്മുടെ അടുത്ത് പറയാറുണ്ട്. നിങ്ങൾ വരണം, നിങ്ങൾ വന്നാൽ മാത്രമേ നമുക്കിവിടെ ഒരു മോചനം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അമ്മമാരൊക്കെ. റോഡുകളുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡിൽ കൂടെ പോയ ബൈക്ക് മറിഞ്ഞ് വീണ് ആൾക്കാരുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. നടന്നു പോകാൻ പോലും പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. വീടുകളിൽ പോലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. നല്ല വിജയപ്രതീക്ഷ തന്നെയാണ്. ജനങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ തന്നെയുണ്ട്. മാധ്യമപ്രവർത്തകനും BJP മണ്ഡലം പ്രസിഡന്റുമായ S. സൂരജ് മുളങ്കാടകം ഡിവിഷനിൽ മത്സരിക്കുന്നു.
ബലിതർപ്പണത്തിനെത്തിയവരെ ദുരിതത്തിലാക്കിയവർക്ക് ഇത്തവണ ജനാധിപത്യ രീതിയിൽ മറുപടി നൽകുമെന്ന് സൂരജ് പറയുന്നു. ഈ കൊല്ലത്തെ ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളെല്ലാം അടക്കം ദുരിതം അനുഭവിച്ച ദിവസമാണ് ബലിതർപ്പണം. അട്ടിമറിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഈ ഇലക്ഷനെ ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ബാധിക്കുക തന്നെ ചെയ്യും. ഭക്തജനങ്ങൾക്കൊപ്പം നിന്ന് അന്ന് പ്രതിഷേധിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയും ഞാനടക്കമുള്ള ഇവിടുത്തെ ഭക്തജനങ്ങളായിരുന്നു. ആ ജനത യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് അവകാശപ്പെടാൻ യാതൊരു വികസനവുമില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതിയിൽ മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തികഞ്ഞ പ്രതീക്ഷയാണ്. ഇത്തവണ BJP ഇവിടെ താമര വിരിയിക്കുക തന്നെ ചെയ്യും. അടിസ്ഥാന സൗകര്യ വികസനമാണ് പലയിടത്തും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ NDA വലിയ വിജയപ്രതീക്ഷയിലുമാണ്. ജനം, കൊല്ലം. BJPക്കായി സോണിയാഗാന്ധി മത്സരിക്കുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം, എന്നാൽ ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇടുക്കി മൂന്നാറിൽ തമിഴിൽ പോസ്റ്റർ അച്ചടിച്ച് NDA സ്ഥാനാർത്ഥിയായി സോണിയാഗാന്ധിയുടെ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. കല്ലാറിലെ പഴയ കോൺഗ്രസ് നേതാവായ ദുരൈരാജിന്റെ മകളാണ് സോണിയാഗാന്ധി. പ്രിയ നേതാവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണ് ദുരൈരാജ് മകൾക്ക് സോണിയാഗാന്ധി എന്ന് പേരിട്ടത്. BJP പ്രവർത്തകനായ സുഭാഷിന് വിവാഹം കഴിച്ചു നൽകിയതോടെ സോണിയാഗാന്ധി BJP-കാരിയായി. என்னோட அப்பாவுக்கு வந்து UDF மேலே கொஞ்சம் இல்லை, நிறையவே அவருக்கு ஆசை. அதனால் அவர் சின்ன வயசாக இருக்கும்போது எனக்கு இந்த பேரை வச்சுட்டாங்க. என்னோட பேர் சோனியா காந்தி தான். எங்கள் அப்பா வச்ச பேர். எங்கள் குடும்பத்தில் எல்லாருமே காங்கிரஸ் உள்ள ஆளுங்க தான். இப்போ வந்து என்னோட ஹஸ்பண்ட் வந்து BJP-யில் இருக்காங்க. அவங்க BJP-யில் இருக்கனால அவருக்காக சப்போர்ட்டிவாக நானும் இருக்கேன். அதனால் இந்த சோனியா காந்தி என்ற நான் BJP-യിൽ മത്സരിக்கிறேன். ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സോണിയാഗാന്ധിയെ മത്സര രംഗത്തിറക്കി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്നാണ് സോണിയാഗാന്ധി ജനവിധി തേടുന്നത്. ഞാൻ മൂന്നാർ പഞ്ചായത്തിൽ നല്ലതിനി എസ്റ്റേറ്റ് 16-ാം വാർഡിൽ വാർഡ് മെമ്പർക്കാக പോട്ടിയിടുறேன். കോൺഗ്രസിലെ മഞ്ജുള രമേശും CPM-ലെ വളർമതിയുമാണ് സോണിയാഗാന്ധിയുടെ എതിരാളികൾ. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തോട്ടമേഖല കീഴടക്കുകയാണ്. അതിനാൽ തന്നെ ഇത്തവണ 16-ാം വാർഡിൽ പോരാട്ടം കനക്കും. ജനം, ഇടുക്കി. കണ്ണൂർ പരിയാരം പഞ്ചായത്തിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താണെന്നറിയാമോ? ഒരു മതിലാണ്. CPM ശക്തി കേന്ദ്രമായ പരിയാരത്തെ കുറ്റേരി വാർഡിൽ BJP ചുമരെഴുതി എന്നതിന്റെ പേരിൽ CPM പ്രവർത്തകർ ആ മതിൽ അങ്ങ് തകർത്തു. BJP പ്രവർത്തകർ മതിൽ പുതുക്കിപ്പണിത് വീണ്ടും ചുമരെഴുതിയെങ്കിലും അതിനു മുന്നിൽ തന്നെ വലിയ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചാണ് CPM-ന്റെ പ്രകോപനം. ഇക്കാണുന്നതാണ് പരിയാരം പഞ്ചായത്തിലെ കുറ്റ്യേരി വാർഡിലെ ചർച്ചാ വിഷയമായ മതിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടമയോട് അനുമതി വാങ്ങിയാണ് BJP-ക്കാർ ഈ മതിലിൽ ചുമരെഴുതിയത്. ഇക്കഴിഞ്ഞ നവംബർ 19-ന് ഇരുട്ടിന്റെ മറവിൽ CPM-കാർ ഈ മതിൽ തകർക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ BJP-ക്കാർ മതിൽ പുനർനിർമ്മിച്ച് വീണ്ടും ചുമരെഴുതി. തൊട്ടു പിന്നാലെ മതിൽ മറയ്ക്കും വിധം വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് വെച്ചാണ് CPM-ന്റെ പ്രകോപനം. CPM ആണെന്ന് നമുക്ക് സംശയിക്കുന്നത് ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. അവർ മതിലുകൾ ഓരോ കല്ലുകളായിട്ട് ഇളക്കിയിട്ട് അതിനുശേഷം 12ഓളം BJP-യുടെ ബോർഡുകൾ 10-ാം വാർഡ്, 9-ാം വാർഡ് എന്നുള്ള സ്ഥാനാർത്ഥികളെ, 5-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ മാവിച്ചേരി സജിനേൻ്റെയും നമ്മൾ ശക്തി കേന്ദ്രങ്ങൾ നമ്മൾ തന്നെ ഇപ്പം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത് CPM-ന്. അതുകൊണ്ടാണ് ഇവർ നമ്മൾ ഈ കല്ലുകൾ ഇളക്കി മാറ്റാനും ബോർഡുകൾ പറിക്കാനും രാത്രിയിൽ എടുത്തുകൊണ്ട് പോയിരുന്നത്, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർ ഭയപ്പാടോടുകൂടി BJP-നെ കാണുമായിരുന്നു. മാത്രമല്ല പ്രദേശത്ത് BJP പ്രവർത്തകർക്ക് CPM പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുന്നുവെന്ന ആരോപണവുമുണ്ട്. പ്രദേശത്ത് വച്ചിരിക്കുന്ന BJP-യുടെ പ്രചാരണ ബോർഡുകളിൽ ഭൂരിഭാഗവും CPM-കാർ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുന്നു എന്നാണ് പരാതി. BJP-ൻ്റെ വളർച്ച പേടിക്കുന്നുണ്ടോയെന്ന് വളരെയധികം പേടിക്കുന്നുണ്ട്. കാരണം പൊതുജനങ്ങൾ ഇന്നും BJP-ൻ്റെ ഈ നരേന്ദ്രമോദിൻ്റെ വികസന രീതി അവർ ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വികസനം നമ്മളെ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡിലും ഉണ്ടാവണമെങ്കിൽ നമ്മൾ BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവൂ. ഭീഷണിപ്പെടുത്തിയാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് പ്രദേശത്തെ BJP പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. ജനം, കണ്ണൂർ.
ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് BJP തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം നടന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് യാസിൻ വികസന രേഖ ഏറ്റുവാങ്ങി. ഗുരുവായൂരിലെ എല്ലാ NDA സ്ഥാനാർത്ഥികളും സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിച്ചിട്ടും അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ഗുരുവായൂർ നഗരസഭ. വികസിത ഗുരുവായൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് BJP തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം രാജീവ് ചന്ദ്രശേഖർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് യാസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. BJP എല്ലാവർക്കും വേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മുന്നണിയാണ്. എല്ലാ മതവും എല്ലാ വിശ്വാസങ്ങളും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് BJP. ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുക. BJP NDA എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണ് BJP. എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവർക്കൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു. SDPI, ജമാഅത്തെ ഇസ്ലാമി അവരൊപ്പം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങൾ എതിർക്കും, അവർ ഒപ്പോസ് ചെയ്യും. ഇതിൽ ആർക്കും സംശയം ഉണ്ടാവും. അഴിമതി ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും, അവരെ ഒപ്പോസ് ചെയ്യും. അതിൽ ആർക്കും സംശയം ഉണ്ടാവും. സ്വർണം കൊള്ളയടിക്കുന്നവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ദേവസ്വം ബോർഡ് ദല്ലാളുമാരുടെ സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു. സ്വർണ്ണ കൊള്ള ചെയ്യുന്നവരാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ഗുരുവായൂർ ദേവസ്വം 25 കോടി തട്ടിക്കൊണ്ടവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ദേവസ്വം ബോർഡിന് ദല്ലാൽമാരുടെ സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നവർ എന്തെങ്കിലും ശരിയാക്കിയോ? വാക്കു പാലിക്കാതെ ഇവർ വോട്ട് ചോദിക്കാൻ പിന്നെയും വരും. അത് വോട്ടർമാർ തിരിച്ചറിയണം. വികസിത ഗുരുവായൂരിന് വേണ്ടി BJPക്ക് ഒരു അവസരം നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാണ്ട് പിന്നെയും വരും വോട്ട് ചോദിക്കാൻ. ജനങ്ങൾ വിഡ്ഢിയാണെന്ന് വിചാരിച്ചിട്ടാണ്, ജനങ്ങൾ ഇത് മറക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ നോക്കിയാലും അഴിമതി. ഇത് നമ്മൾ എല്ലാം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കണം. നമ്മുടെ ഭാവി ഒരു വികസിത ഗുരുവായൂരാണോ, ഗുരുവായൂരിനല്ല വികസിത ഗുരുവായൂരാക്കി മാറ്റാൻ ഈ വരുന്ന ഇലക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നത് ഇതാണ്. ഞങ്ങൾക്കൊരു അവസരം തരും. ജനം, ഗുരുവായൂർ. തൃശൂരിന്റെ സമഗ്ര വികസനം ചർച്ച ചെയ്ത BJPയുടെ വികസിത തൃശൂർ കോൺക്ലേവ്. തൃശൂർ കോർപ്പറേഷന്റെ സമഗ്ര വികസനം അടക്കം ചർച്ചയായി പരിപാടി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിന്റെ വികസനത്തിന് പുതിയ കാഴ്ചപ്പാട് നൽകുന്നതാണ് BJP മുന്നോട്ട് വച്ച വികസിത തൃശൂർ കോൺക്ലേവ്. മാറുന്ന കാലത്തിനൊപ്പം വികസന കാഴ്ചപ്പാടുകളിലും അത് നടപ്പാക്കുന്ന രീതികളിലും ഉണ്ടാകേണ്ട മാറ്റം അടക്കം പ്രതിപാദിക്കുന്നതായിരുന്നു വികസിത തൃശൂർ കോൺക്ലേവ്. വികസിത തൃശൂർ കോൺക്ലേവ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസനം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. 30 വർഷം പിന്നിട്ടിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലക്ഷ്യം കണ്ടില്ല. തൃശൂരിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശാസ്ത്ര സാങ്കേതിക വികസനത്തിലും ഊന്നിയാകും NDA അധികാരത്തിലെത്തിയാൽ ഭരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വികസിത തൃശൂർ കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം തരണം. ഞങ്ങൾ ഭരണം മാറ്റമല്ല ചോദിക്കുന്നത്, അതല്ല ഞങ്ങൾ പറയുന്നത്. ഭരണശൈലിയിൽ മാറ്റം, സിറ്റിസൺ പാർട്ടിസിപ്പേറ്ററി ഭരണം, ട്രാൻസ്പെറന്റ് ഭരണം, റെസ്പോൺസീവ് ഭരണം, അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. 100% ഞാൻ ഒപ്പിടുത്ത് തരുന്നു. അഴിമതി രഹിത ഭരണം ഞങ്ങൾ ഉറപ്പാണ്. വരാൻ പോകുന്ന കാലം എത്രയോ ചാലഞ്ചസ് ഉണ്ടാവും, മാറ്റം വരും, ഓരോരോ കാര്യങ്ങൾ മാറ്റം വരും, ടെക്നോളജിയിൽ മാറ്റം വരും, അവസരങ്ങൾ, ഇക്കോണമി. പക്ഷേ തൃശ്ശൂർ ജയിക്കണം. ഒരു വികസിത തൃശ്ശൂർ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ സൃഷ്ടിക്കണം. അതിനുവേണ്ടി ഞാൻ ഇന്ന് ഇവിടെ നിന്ന് BJP തൃശ്ശൂരിൻ്റെ പേരിൽ എൻ്റെ ഒരു അഭ്യർത്ഥന, NDA സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക, ഞങ്ങൾക്കൊരു അവസരം തരിക. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വികസിത തൃശ്ശൂർ 5 കൊല്ലത്ത് സൃഷ്ടിക്കുക.
തൃശ്ശൂർ ജയിക്കുക. ഇതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓരോ ചില്ലിക്കാശും എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നതെന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ അഴിമതിയുടെ കേന്ദ്രങ്ങളാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരണം. സുതാര്യമായ ഭരണം ഉറപ്പാക്കണം. സദ്ഭരണം ജനങ്ങളുടെ അവകാശമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. V. ഉണ്ണികൃഷ്ണൻ, A. നാഗേഷ്, KR ഹരി തുടങ്ങിയവരും സംസാരിച്ചു. ജനം, തൃശൂർ. ഇതോടുകൂടി തദ്ദേശകം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.